ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ UK മലയാളികൾക്ക് ഉൾപ്പെടെ പ്രതീക്ഷ നൽകുന്ന കുറേ നിയമ ഭേദഗതികളാണ്, അല്ലെങ്കിൽ നിയമ മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കെയർ സ്റ്റാമറിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ പുതിയ ലേബർ ഗവൺമെൻറ് ആദ്യ 100 ദിവസങ്ങളിൽ തന്നെ ഈ ഒരു തൊഴിൽ അവകാശ ബില്ല് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റൈറ്റ് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് നടപ്പിൽ കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് 14-ാം തീയതി നടന്ന ചാൾസ് രാജാവിൻ്റെ നയപ്രഖ്യാപനത്തിൽ കൂടി അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളുടെ അവകാശം ശക്തിപ്പെടുത്തുന്നതും അവരുടെ അവകാശങ്ങൾ സംരക്ഷണം കൊണ്ടുവരുന്നതുമായ 8 പുതിയ നിയമമാറ്റങ്ങളാണ് ഈ ഒരു നമ്മുടെ ലേബർ ഗവൺമെൻറ് വരുന്ന ദിവസങ്ങളിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നിയമമാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മലയാളികൾ വർക്ക് ചെയ്യുന്ന മലയാളികൾക്ക് ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാറ്റമാണ് നമ്മുടെ ഫസ്റ്റ് വൺ. ജെനുവിൻ ലിവിംഗ് വേജ് ദാറ്റ് അക്കൗണ്ട്സ് ഫോർ ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് വിൽ ബി ഇൻട്രൊഡ്യൂസ് അണ്ടർ ദ എംപ്ലോയ്മെൻറ്റ് റൈറ്റ് ബിൽ. നമുക്കിപ്പോൾ അറിയാമല്ലോ, എല്ലാ വർഷവും ഇവിടെ ലിവിംഗ് വേജ് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഒരു ഇൻക്രിമെൻ്റ് പോലെ തന്നെ ഓരോ വർഷവും നമ്മുടെ ലിവിംഗ് വേജ്, നമ്മുടെ സാലറിയിലെ ലിവിംഗ് വേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് നമുക്കിപ്പോഴത്തെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ആനുപാതികമായിട്ട് തന്നെ ആ ഒരു ലിവിങ് വേജ് പുനഃക്രമീകരിക്കാനാണ് നമ്മുടെ പുതിയ ഗവൺമെൻറ് പ്ലാനുകൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലിവിങ് വേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷൻ ലെവൽ നോക്കുമ്പോൾ വളരെ താഴെയാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ നമുക്കൊരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് അനുസരിച്ചുള്ള ഒരു ലിവിങ് വേജ് അല്ല നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് ആനുപാതികമായിട്ടുള്ള ഒരു ലിവിങ് വേജ്, അല്ലെങ്കിൽ ഓരോ വർഷത്തെയും കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് ആനുപാതികമായിട്ടുള്ള ഒരു ലിവിങ് വേജ് പുനഃക്രമീകരിച്ച് അത് നടപ്പിലാക്കാനാണ് നമ്മുടെ ലേബർ ഗവൺമെൻറ് പുതിയ നിയമ ഭേദഗതിയിലൂടെ പദ്ധതിയിടുന്നത്. അപ്പോൾ രണ്ടാമത്തേത് അവർ കൊണ്ടുവരാൻ പോകുന്ന നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പിംഗ് 0 hour കോൺട്രാക്ട്സ്. UK ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു 0 hour കോൺട്രാക്ട്. ആ ഒരു 0 hour കോൺട്രാക്ട് പൂർണ്ണമായും ബാൻ ചെയ്യാനാണ് നമ്മുടെ ലേബർ ഗവൺമെൻറ് പുതിയ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് റൈറ്റ് ബില്ലിൽ കൂടി പ്ലാൻ ചെയ്യുന്നത്. അപ്പം മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ എൻഡിങ് ദ യൂസ് ഓഫ് ഫയർ ആൻഡ് റീഹൈർ. ഞാൻ എല്ലാ നിയമം വേഗം പറഞ്ഞു പോവാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ഫുള്ളായിട്ട് വായിച്ചു നോക്കുക. സോ മൂന്നാമത്തേത് എൻഡിങ് ദ യൂസ് ഓഫ് ഫയർ ആൻഡ് റീഹയർ. അപ്പം ഇത് ശരിക്കും നമ്മുടെ നിസ്സാര കാര്യങ്ങൾക്ക് നമ്മുടെ ജോലിക്കാരെ പിരിച്ചുവിടുകയും പുതിയ എംപ്ലോയീസിനെ ആ ഒരു സ്ഥാനത്ത് നിയമിക്കുകയും ചെയ്യുന്ന ഒരു തെറ്റായ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു അൺഫെയർ ഡിസ്മിസൽസ് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് ഈ മൂന്നാമത്തെ ഈ ഒരു എൻഡിങ് ദ യൂസ് ഓഫ് ഫയർ ആൻഡ് റീഹയർ എന്ന ഒരു നിയമ ഭേദഗതി കൊണ്ട് ഈ നമ്മുടെ ലേബർ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിസ്സാര കാര്യങ്ങൾക്ക് ജോലിക്കാരെ ഇനി പിരിച്ചുവിടാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ ഒരു അൺഫെയർ ഡിസ്മിസൽസ് മൊത്തത്തിൽ ബാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുതിയ നിയമ ഭേദഗതിയാണ് നമ്മുടെ ലേബർ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു നിയമ ഭേദഗതിയാണ് ഈ നാലാമത്തേത് സ്ട്രെങ്തനിങ് ദ വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡിങ് ദ മെറ്റേണിറ്റി ആൻഡ് സിക്ക് പേ. അപ്പോൾ UK വനിതകളെ സഹായിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് നമ്മുടെ മെറ്റേണിറ്റി ലീവ് നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാനും, അതുപോലെ തന്നെ ഏതെങ്കിലും കമ്പനികൾ ഈ ഒരു പേരൻ്റൽ ലീവ് അല്ലെങ്കിൽ സാച്ചുറേറ്ററി സിക്ക് പേ തുടങ്ങിയ അവകാശങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ആ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവുകയും അവരുടെ ലൈസൻസ് തന്നെ റദ്ദാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയൊരു നിയമ ഭേദഗതിയാണ് ഈ നാലാമത്തെ ഈ ഒരു നിയമ ഭേദഗതിയിൽ കൂടി നമ്മുടെ ലേബർ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ സിക്ക് പേ ആണെങ്കിലും നമ്മുടെ പേരൻ്റൽ ലീവ് ആണെങ്കിലും മെറ്റേണിറ്റി ലീവ് ആണെങ്കിലും ഇതെല്ലാം എംപ്ലോയീസിൻ്റെ റൈറ്റ്സ് ആണ്, നമ്മുടെ അവകാശമാണ്. അതിൻ്റെ പേരിൽ ഒരു കമ്പനിയും അവരെ തടയാൻ അവകാശമില്ലെന്നും റൈറ്റ്സ് ലംഘിക്കാൻ ഒരു കമ്പനിക്ക് അവകാശമില്ലെന്നാണ് ഈ ഒരു പുതിയ എംപ്ലോയ്മെൻറ്റ് റൈറ്റ് ബില്ലിൽ കൂടി നമ്മുടെ ഗവൺമെൻറ് പരാമർശിക്കുന്നത്. ഇത് എംപ്ലോയീസിന് ജോലി സ്ഥലത്ത് കൂടുതൽ സംരക്ഷണവും ആനുകൂല്യവും നൽകുമെന്നാണ് പുതിയ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൊട്ടക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലൂടെ വർക്കേഴ്സിന് ഈസിയായി ജോബ്സ് സ്വിച്ച് ചെയ്യാനും അവരുടെ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് കൂട്ടാനും കഴിയുമെന്നാണ് നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു പുതിയ നിയമ സംരക്ഷണത്തിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഇതാണ് നാലാമത്തെ നിയമമാറ്റം. അഞ്ചാമത്തേത് പറയാൻ പോകുന്നത് മോർ റൈറ്റ് ടു ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ്. അപ്പം നമുക്ക് യുകെയിലുള്ള എല്ലാവരെയും സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ് ഇവിടെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവകാശമാണ്. പക്ഷേ അത് കൂടുതൽ ശക്തമാക്കാൻ UK ഏതൊരു എംപ്ലോയിക്കും ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ്, അതും
എംപ്ലോയ്മെന്റ് ഫസ്റ്റ് ഡേ മുതൽ അപേക്ഷിക്കാവുന്ന രീതിയിൽ ഈ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നാണ് പുതിയ ലേബർ സർക്കാർ ഈ ഒരു നയപ്രഖ്യാപനത്തിൽ കൂടി പ്ലാൻ ചെയ്യുന്നത്. ഓരോ വർക്കേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ നോക്കി വർക്ക് പ്ലേസിൽ എംപ്ലോയർ റീസണബിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നൽകണമെന്നാണ് ഈ ഒരു പുതിയ നിയമത്തിലൂടെ കൂടുതൽ ശക്തമായ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പം ഒരു എംപ്ലോയേഴ്സ് ഒരു റീസണബിൾ അഡ്ജസ്റ്റ്മെന്റ് നൽകണം എന്നാണ് ഈ ഒരു പുതിയ ഒരു ഭേദഗതിയിൽ കൂടി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം മോർ റൈറ്റ് ടു ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ്. അടുത്തത് ആറാമത്തേത് അവർ ചൂണ്ടിക്കാണിക്കുന്ന നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് ഫെയർ പേ ഇൻ അഡൽട്ട് സോഷ്യൽ കെയർ ആൻഡ് സ്കൂൾ സെക്ടേഴ്സ്. അപ്പം വളരെ നാളുകളായിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മുടെ ഈ ഒരു ഫെയർ പേ സോഷ്യൽ കെയർ സെക്ടേഴ്സും വേണമെന്നുള്ളത്. അപ്പം ഒരു ന്യൂ ഫെയർ പേ അഗ്രിമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മുടെ ഈ ഇതിൽ കൂടെ നമ്മുടെ ലേബർ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സെക്ടേഴ്സിനും ഫെയർ പേ ആവശ്യമുണ്ടോ എന്ന് കൂടുതലായിട്ടുള്ള റിവ്യൂസ് കൊണ്ടുവരികയും ചെയ്യുമെന്ന ഉറപ്പും ഈ ഒരു ഇതിൽ കൂടെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അഡൽട്ട് സോഷ്യൽ കെയറിലും സ്കൂൾ സെക്ടേഴ്സിലും ഒരു ഫെയർ പേ അഗ്രിമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള നീക്കമാണ് ഈ ഒരു ഭേദഗതിയിൽ കൂടി നമ്മുടെ ലേബർ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏഴാമത്തെ ഒരു നിയമ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിമൂവിങ് റെസ്ട്രിക്ഷൻസ് ഓൺ യൂണിയൻസ്. ഇപ്പോൾ യൂണിയനുകളെ സംബന്ധിച്ചുള്ള ഒരു നിയമ മാറ്റമാണ്. അപ്പോൾ നമ്മൾ സ്ട്രൈക്സ് അല്ലെങ്കിൽ പണിമുടക്കുകൾ നടക്കുമ്പോൾ മിനിമം സേവനം ഉറപ്പാക്കണം എന്നുള്ള ഒരു കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്ന ഒരു വിവാദ നിയമം ഉൾപ്പെടെ ട്രേഡ് യൂണിയനുകളുടെ മേലുള്ള അനാവശ്യ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുമെന്നാണ് ഈ ഒരു പുതിയ നിയമത്തിലൂടെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. റിമൂവിങ് റെസ്ട്രിക്ഷൻസ് ഓൺ യൂണിയൻ. അപ്പം ഇതാണ് എട്ടാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ മിനിമം വേജ് ഏജ് ബാൻസ് ടു ബി സ്ക്രാപ്ഡ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പുതിയ എംപ്ലോയ്മെന്റ് റൈറ്റ് ബില്ലിൻ്റെ ഭാഗമായി ജെനുവിൻ മിനിമം വേജ് കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് ആനുപാതികമായി ജെനുവിൻ ലിവിങ് വേജ് കൊണ്ടുവരും എന്നുപരി ആ ഒരു മിനിമം വേജ് കണക്കാക്കുന്നതിനുള്ള ഏജ് ബാൻഡ് അബോളിഷ് ചെയ്യാനും അതിലൂടെ പ്രായപൂർത്തിയായ എല്ലാ അഡൽട്ട്സ് വർക്കേഴ്സിനും ഫെയർ റേറ്റ് സ്വീകരിക്കാനുമുള്ള ഒരു അവകാശം നിലവിൽ കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ലേബർ ഗവൺമെന്റ് ഈ ഒരു നിയമ ഭേദഗതിയോടുകൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 8 മെയിൻ നിയമങ്ങളാണ് നമ്മുടെ എംപ്ലോയീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്കും ജോലിക്കാർക്കും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ കൂടുതൽ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടും അവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതുമായ പുതിയ മാറ്റങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്നതെന്നാണ് ലേബർ ഗവൺമെൻറ് നമുക്ക് ഈ കഴിഞ്ഞ 14-ാം തീയതി നടന്ന ചാൾസ് രാജാവിൻ്റെ നയപ്രഖ്യാപനത്തിൽ കൂടി നമുക്കൊരു വാക്ക് തരുന്നത്. സോ ഈ ഗവൺമെൻറ്റിൻ്റെ 100 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നിയമങ്ങളെല്ലാം തന്നെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വെച്ച് നടപ്പിലാക്കും എന്ന് തന്നെയാണ് നയപ്രഖ്യാപനത്തിൽ കൂടി അവമാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ കാണുന്നവരെല്ലാം ഷെയർ ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള നിയമങ്ങളാണ് വരാൻ പോകുന്നത്. സോ നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നവർ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.